ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ടോക്കിലേക്ക് സ്വാഗതം. മിക്ക സ്ത്രീകളും അല്ലെങ്കിൽ മിക്ക കുട്ടികളും ഇന്ന് എഫക്റ്റ് ചെയ്യുന്ന, അവരെ ബാധിച്ചിരിക്കുന്ന, അവരുടെ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടും അവരുടെ പലതരത്തിലുള്ള ജീവിത ശൈലി കൊണ്ടും അവർക്ക് ബാധിച്ചിട്ടുള്ള ഒരു അസുഖമാണ് PCOD അല്ലെങ്കിൽ PCOS. സത്യം പറഞ്ഞ PCODയും അതുപോലെ തന്നെ PCOSും രണ്ടും അധികം വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും സിമിലറാണ്, ഒരുപോലെ തന്നെയാണ്. അതെന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പം മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് അമിതമായിട്ടുള്ള വണ്ണം കൂടി വരിക, ചിലപ്പോൾ അവർ ഭക്ഷണം വളരെ കുറച്ചായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ എന്നാലും അവരുടെ പലതരത്തിലുള്ള ജീവിത ശൈലി കൊണ്ട് അവരുടെ വെയിറ്റ് കൂടി വരുന്നതായിട്ട് അവർക്ക് തോന്നും. നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പീരിയഡ്സ് കറക്റ്റ് ആവാതിരിക്കുക. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമുക്ക് ഈ ഒരു PCOD അല്ലെങ്കിൽ PCOS ഉള്ള സമയത്ത് നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും ഇത് നമുക്ക് തടയാൻ അല്ലെങ്കിൽ PCOD നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതുപോലെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് PCOD അല്ലെങ്കിൽ PCOS ഉള്ള വ്യക്തികൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും PCOD ഉള്ള ഒരു വ്യക്തിക്ക് അവരുടെ അമിതമായ വണ്ണമാണ് പ്രധാന ഒരു കാരണം. അതായത് പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനേക്കാളും കൂടുതൽ നമ്മളുടെ വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് കറക്റ്റായിട്ടുള്ള ഡോക്ടറുടെ കൺസേണും ഡോക്ടർ ചെക്കപ്പും നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോപ്പറായിട്ടുള്ള പീരീഡ്സ് ഇറഗുലർ ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആൾക്കാർക്ക് അതൊരു 2 months 3 months പീരീഡ്സ് ആവാതെ വരികയും പിന്നീട് നെക്സ്റ്റ് മന്ത് ഓവർഫ്ലോ ആയിട്ട് വരികയും അങ്ങനെയൊക്കെ അത് ഇറഗുലർ ആയിട്ടാണ് പീരീഡ്സ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ട് തീർച്ചയായും കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ചില ആൾക്കാർക്ക് കഴുത്തിൻ്റെ ബാക്കിലായിട്ട് ഭയങ്കര ബ്ലാക്ക് കളർ കണ്ടു തുടങ്ങും. പിന്നെ അതുപോലെ ഒരുപാട് രോമ വളർച്ച, ചിലർക്ക് മീശ വരുന്നത് പോലെ അല്ലെങ്കിൽ താടി ഈ ഒരു ഭാഗത്ത് ചിലർക്ക് ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മെയിൽ ഹോർമോൺസിൻ്റെ അധികമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും അങ്ങനെ കണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു PCOD ഉള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് ഒപ്പീനിയൻ തേടുകയും നമ്മൾ PCOD ആണോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ചെക്കപ്പും അതുപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും നമ്മൾ എടുക്കേണ്ടതാണ്. PCODക്ക് നമ്മളൊരു പ്രോപ്പറായിട്ട് ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്കത് മാറും എന്നുള്ളതില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ഉറക്കം, രാത്രി ഒരുപാട് നേരം നമ്മൾ ഫോൺ നോക്കി അല്ലെങ്കിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഉറക്കം കുറച്ചിട്ട് നമ്മൾ രാവിലെ ചിലപ്പോൾ നേരത്തെ എണീറ്റ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കം നമ്മൾ മാക്സിമം കുറയ്ക്കാതിരിക്കുക. അതായത് ഒരു 10 ഇല്ലെങ്കിലും ഒരു 6 to 7 hours എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ഡെയിലി നമ്മൾ ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour എങ്കിലും നമ്മൾ ഡെയിലി നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഇത്തരത്തിലുള്ള വർക്കൗട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് നന്നായിട്ട് നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ നമ്മൾ കൂട്ടുന്നത് മൂലം നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുന്നതും നമുക്ക് വെയിറ്റിനെ കൺട്രോൾ ചെയ്യാനും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് മൂലം ഭാരം നമുക്ക് കുറച്ച് വരാനും ഇത് വളരെയധികം യൂസ്ഫുൾ ആകും. അപ്പോൾ ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഹെൽത്തി ഫുഡുകൾ കഴിക്കുക, നട്ട്സുകളും അതുപോലെ തന്നെ ഫിഷുകളും ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും ഒരേ ഭക്ഷണ ശൈലി ആക്കാതെ നമ്മൾ കുറച്ച് അരിയും കൂടുതൽ സൈഡ് ഡിഷുകൾ, അതായത് ഉപ്പേരികളാണെങ്കിലും സാലഡുകളാണെങ്കിലും അങ്ങനെ നമ്മളെടുത്ത് ഭക്ഷണം കറക്റ്റ് പ്രോപ്പറായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭാരം കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഭാരം കുറച്ച് വരാനും നമുക്ക് സാധിക്കും. പിന്നെ PCOD ഉള്ള വ്യക്തികൾക്ക് പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളതാണ് അവരുടെ പ്രഗ്നൻസി ഡിലേ ആവുന്നത്, അതായത് ഗർഭാവസ്ഥയിലോട്ട് വരാനുള്ള പല ബുദ്ധിമുട്ടുകളും വരുന്നത്. അപ്പോൾ അതായത് ഓവുലേഷൻ ഇൻകറക്റ്റ് ആയിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിസിൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു PCOD സമയത്ത് നമുക്ക് നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് വരിക എന്നുള്ളതാണ്. വേറെ ഒരു മെഡിസിനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ചെയ്യാനില്ല. അപ്പം ഒരു PCOD ഉള്ള വ്യക്തി അല്ലെങ്കിൽ PCOS ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർ പ്രത്യേകം മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് ഭക്ഷണത്തിലാണെങ്കിലും വർക്കൗട്ടിലാണെങ്കിലും അവരുടെ ഉറക്കത്തിലാണെങ്കിലും എല്ലാത്തിലും അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡറിലും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പതുക്കെ അത് മാറ്റിയെടുക്കാനും അവരുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങിയിട്ടുള്ള പല മാറ്റങ്ങളും അവർക്ക് നിർത്താനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.